ഹണി വീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു അടിപൊളി 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. മറ്റൊന്നുമല്ല, പഴം കൊണ്ടൊരു കിണ്ണത്തപ്പമാണ് ഇന്നത്തെ താരം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഏത്തമ്പഴം 2 എണ്ണം മീഡിയം സൈസ് ആയിട്ടുള്ളത്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, ശർക്കര മധുരത്തിന് ആവശ്യമായത്, തേങ്ങാപ്പാൽ 1 കപ്പ്, ഗോതമ്പ് പൊടി 1/2 കപ്പ്. ഫസ്റ്റ് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. നെക്സ്റ്റ് എടുത്തു വച്ചേക്കുന്ന പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പഴം നടുകെ കീറി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക. തുടർന്ന് ഇതിന്റെ ബാറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഗോതമ്പ് മാവ്, ശർക്കര പാനി, ഏലക്കാപ്പൊടി, ഒരു നുള്ളുപ്പ് ഇവ നല്ലോണം ചേർത്ത് ഇളക്കുക. ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പഴം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എങ്ങാനും ബാറ്റർ ഒന്ന് തിക്കായിട്ട് വരുന്നു എന്ന് കണ്ടാൽ ഇച്ചിരി തേങ്ങാപ്പാൽ അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിൽ ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഈ മിക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി വേവിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഇച്ചിരി നെയ്യോ ബട്ടറോ ഒന്ന് തടകിയതിനു ശേഷം ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തുടർന്ന് നമുക്കിത് ആവിയിലൊന്ന് ഒരു 15 to 20 മിനിറ്റ് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. എത്ര സിമ്പിൾ ആയിട്ടാ ഈ ഒരു നാടൻ വിഭവം നമ്മൾ പ്രിപ്പയർ ചെയ്തെന്ന് കണ്ടോ. അപ്പോൾ ചൂട് മാറിയതിനു ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു ഹെൽത്തി പലഹാരം ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക. So stay tuned for another video. It's your Honey Bee. Just do like, share and subscribe.